A warm welcome to you all. A big thanks from all of us to all of you for having come here to attend the prayer meeting. Today marks my papa's 70th birthday, so I request you all to be part of our small celebration here. Thank you. Blessings and wishes. I request Achan to come forward to lead us in prayer and please proceed for the dinner. യഹോവയെ ആശ്രയിച്ച് ജീവിക്കുവാൻ പ്രിയമുള്ളവരെ, നാം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ വഴികൾ ദൈവത്തിൽ സമർപ്പിക്കുവാൻ സാധിക്കണം. അപ്പോൾ ദൈവത്തിൽ നമ്മുടെ വഴികൾ സമർപ്പിക്കുമ്പോൾ, ദൈവത്തിൽ ഭരമേൽപ്പിക്കുമ്പോൾ, അവൻ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ ദൈവത്തിന് അറിയാം. നാം അങ്ങോട്ട് പറയുന്നേക്കാൾ ദൈവം നമ്മെ അറിയുന്ന ദൈവമാണ്. നാം ഉദരത്തിന് ഉരുവാകുന്നതിന് മുമ്പ് ദൈവം നമ്മെ ഓരോരുത്തരെ അറിയുന്ന ദൈവമാണ്. ആ ദൈവം നമ്മെ പുലർത്തും, നമ്മെ വഴി നടത്തും. ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ പോകണം നമുക്ക് സംഗതിയാകും. പ്രിയമുള്ളവരെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന, ഇന്നലെ ജന്മദിനം 70ാമത്തെ സപ്തതി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട അലക്സാണ്ടർ നൽകുന്ന സന്ദേശം, ഈ 70 വർഷക്കാലം ദൈവം അനുഗ്രഹകരമായി മനുഷ്യനായസ് 70 ഏറെയാൽ 80 പറഞ്ഞു. ദൈവം തന്നിരിക്കുന്ന ഈ 70 വർഷക്കാലം ദൈവത്തിന് ചേർന്ന് ജീവിക്കുവാൻ സാധിച്ചു. തുടർന്നും ഉള്ള കാലഘട്ടം ദൈവം തരുന്ന ആയുസ് അത് എത്രയും നമുക്കാർക്കും പറയുവാൻ സാധ്യമല്ല. ഒരു ദിവസം 1000 ദിവസം പോലെയാണ്. ദൈവസന്നിധിയിൽ നാം ഒരു ദിവസം 1000 ദിവസം പോലെയാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. എത്ര ദിവസം ലഭിച്ചാലും എത്ര വർഷം ലഭിച്ചാലും ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, ദേശത്ത് പാർത്ത് വിശ്വസ്തത പാലിക്കുവാനും, ദേശത്ത് നന്മ ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് ദൈവം ആയുസ് തരുന്നത് ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിക്കും. എന്മന്മയെ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം തരുന്ന ഉപകാരങ്ങളാണ് നമുക്ക് ആയുസ്സും ആരോഗ്യവും. പലപ്പോഴും നാം നന്ദികേടാണ് ദൈവത്തോട് കാണിക്കുന്നത്. ദൈവത്തോട് നന്ദികേട് കാണിക്കുന്ന ദൈവത്തിന്റെ ഉപകാരങ്ങളെ നാം വിസ്മരിച്ച് നമ്മുടെ സ്വാർത്ഥതയിലും നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ നേട്ടത്തിനും നമ്മുടെ അഹങ്കാരത്തിലുമൊക്കെ നമ്മൾ പ്രശംസിച്ച് ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, അവൻ നൽകുന്ന ഉപകാരങ്ങളെ ഒരിക്കലും വിസ്മരിക്കരുതേ എന്ന് നമുക്ക് ഈ നിമിഷം ശ്വാസം തരുന്ന ദൈവമാണ്. ഈ ശ്വാസം ഒന്ന് നിലച്ചു പോയാൽ ഞാനും നിങ്ങളും ഈ ലോകത്തില്ലാതെ. പ്രിയമുള്ളവരെ, ഒരു കാറ്റ്, ഒരു ശ്വാസം, അത് ഫ്രീ ആയിട്ട് ദൈവം തരുന്ന ദാനമാണ്. വായു, വെള്ളം, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഈ ദാനം ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ തക്കോണം, ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ തക്കോണം നമുക്ക് സാധിക്കുക. യെശയ്യാവ് 1-ാം അധ്യായം, യെശയ്യാ പ്രവചനം 1-ാം അധ്യായം പ്രകാരം വായിക്കുന്നു: ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെയ്തു തരിക. യഹോവ അരുളി ചെയ്യുന്നത്, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനും കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മർദ്ദലിച്ചു. പല പ്രാവശ്യം ദൈവത്തിന് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിച്ചു. അപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നില്ല. ഒരിക്കലും ദൈവം ശിക്ഷിക്കുന്നില്ല. സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മെ കരുതുന്ന ദൈവമാണ്, നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുവാൻ തക്കോണം എനിക്കും നിങ്ങൾക്കും സാധിക്കും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട്, വിശ്വസ്തത ആചരിച്ച് ഭൂമിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിച്ച് ജീവിക്കുവാൻ തക്കോണം, ദൈവത്തിന് പരിപൂർണമായി നമ്മെ തന്നെ ഭരമേൽപ്പിച്ച് ജീവിക്കുവാൻ തക്കോണം ദൈവം നമ്മെ ഇടയാക്കട്ടെ. അലക്സാണ്ടറിന് ദൈവം ദീർഘായുസ് കൊണ്ട് നിറയ്ക്കട്ടെ. കൂടുതൽ ആരോഗ്യം, ആയുസ്സും. 70 വർഷക്കാലം ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം ആയുസ് തന്നു. അതിന് നന്ദി കരയിക്കൊണ്ട് ഇനി ലഭിക്കുന്ന ആയുസ്സിന് കൂടുതൽ ദൈവത്തോട് കടപ്പെട്ട് ജീവിക്കുവാൻ, ദൈവത്തിന് നന്ദിയുള്ളവർ, നന്മ ചെയ്തുകൊണ്ട്, സമൂഹത്തിൽ നന്മ ചെയ്തുകൊണ്ട്, നമുക്ക് ആകുന്ന രീതിയിൽ നന്മ ചെയ്തുകൊണ്ട്, വിശ്വസ്തത പാലിച്ചുകൊണ്ട് ഇപ്പോൾ ദേവാലയത്തിന്റെ സെക്രട്ടറി സ്ഥാനം 3 വർഷമായിട്ട് തുടരുന്നു. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ ദൈവത്തിന് നന്ദി കരയേറ്റുവാനുള്ള അവസരങ്ങളാണ് ഇപ്രകാരം. ദേവാലയത്തിനും സമൂഹത്തിനും ഒക്കെ പ്രവർത്തിക്കുവാൻ തക്കണം ലഭിക്കുന്ന അവസരങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ, അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇടയാകട്ടെ. അതോടൊപ്പം മാതാവിന്റെ 2ാമത്തെ ചരമ വാർഷികമാണ്. ആ മാതാവ് കാണിച്ചു കൊടുത്ത മാതൃകയാണ് മകൻ ദേവാലയത്തോട് ചേർന്ന് ജീവിക്കുന്നത്. അതുപോലെ ആ മാതാവ് നല്ല ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥനയോട് ദൈവത്തോട് ചേർന്ന് ജീവിച്ചുകൊണ്ടാണ് മക്കൾ, കുടുംബം അങ്ങനെ ദേവാലയത്തോടും
ദൈവഭയത്തിലൊക്കെ ജീവിക്കുന്നത്. ആ മാതാവിന്റെ നല്ല മാതൃക തുടരുവാൻ തക്കോണം കുടുംബാംഗങ്ങൾക്ക് സംഗതിയാകട്ടെ. മാതാവിന്റെ ഓർമ്മ എന്നും നിലനിൽക്കട്ടെ. ആ മാതാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ ആ മാതാവിനെ വിശ്രമിപ്പിക്കട്ടെ. ഇന്ന് രണ്ടാമത്തെ ചരമവാർഷിക നടത്തുമ്പോൾ ആ മാതാവിനെ നാം സ്മരിക്കുക. ആ മാതാവിന്റെ നല്ല പ്രവർത്തികൾ കുടുംബാംഗങ്ങൾക്ക് പിന്തുടരുക. ആ മാതാവിനെ നല്ല ജീവിതം അനുധാവനം ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ നന്മയുള്ളവരായി ദൈവാശ്രയമുള്ളവരായി ദൈവത്തിൽ നമ്മെ തന്നെ ഫലമേൽപ്പിച്ചുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച് ജീവിക്കുവാൻ ലക്ഷ്യങ്ങളും കുടുംബാംഗങ്ങൾക്കും ഇടയാകട്ടെ. എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവിധമായ ജന്മദിന ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവതമ്പുരാൻ ലക്ഷ്യങ്ങളുടെയും കുടുംബത്തെയും കൂടുതൽ അനുഗ്രഹിക്കട്ടെ. സഹോദരനും ആന്റിയുടെ സഹോദരി എല്ലാവരും കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. ഈ സന്തോഷ അവസരത്തിൽ അവരുടെ സന്തോഷത്തിൽ നമ്മളെല്ലാവരും ചേരുന്നു. ദൈവതമ്പുരാൻ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. ദൈവതമ്പുരാൻ ഒരു അവസരം ഇങ്ങനെ ഒരുക്കി തന്ന ലക്ഷ്യങ്ങളുടെ കുടുംബത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. നീ അവിടുത്തെ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ തക്കോണം നീ അവിടുന്ന് ആഗ്രഹിച്ചു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾ അവിടുത്തെ സൃഷ്ടിയാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വിശേഷിയ ജന്മദിന സപ്തതി ആഘോഷിക്കുന്ന നിന്റെ ദാസനെ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദീർഘായുസ്സോട് നിറയ്ക്കണമേ. തുടർന്നും ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാൻ തോന്നും. ആയുസ്സും ആരോഗ്യവും കൊണ്ട് നിന്റെ ദാസനെ നിറയ്ക്കണമേ. അവിടുന്ന് കൂട്ടായി കൊടുത്ത് നിന്റെ ദാസിയെ അനുഗ്രഹിക്കണമേ. മക്കളെ കുടുംബമായി അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് പ്രസാദകരമായ രീതിയിൽ ജീവിക്കുവാൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തോന്നും. സൃഷ്ടായുസ് നീ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കൃപയുടെ ചെറുതം വീട് നിന്റെ മക്കളെ സൂക്ഷിച്ചുകൊള്ളണം. ഈ വിരുന്നിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, വാക്കുകൊണ്ടോ നല്ല വാക്കുകൾ നൽകിയ എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. അവരുടെ നല്ല വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കുടുംബമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഇന്നത്തെ രാത്രി സമാധാനത്തോട് അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതരായി ഓർമ്മമായി. തുടർന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഞങ്ങൾ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്ന ജോലികൾ ചെയ്ത് തീർക്കുവാൻ തക്കോണം ആയുസ്സും ആരോഗ്യവും കൊണ്ട് ഞങ്ങളെ എല്ലാവരും നിറയ്ക്കുന്നു. ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരും ഭക്ഷിച്ച് പാനം ചെയ്ത് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഞങ്ങളെ സംഗതിയാക്കണം. ഒരിക്കൽ കൂടി 70 വർഷം സപ്തതി ആഘോഷിക്കുന്ന നിന്റെ ദാസനെ അവിടുത്തെ കരങ്ങൾ തിരുവനന്തപുരത്ത് പോയി ഞങ്ങൾ അസംബ്ലിയിൽ കയറി. ഏതൊരു കാര്യത്തിന് എന്തിനു വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റെഡി അവൈലബിൾ ആണ്. അപ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഏജ് ഈസ് ഓൺലി എ നമ്പർ എന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള സമയങ്ങളിലാണ്. പല കൈരളിയുടെ പ്രസിഡന്റ് ഞാനായിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ടൈം വരെ ഞാനായിരുന്നു. ഇപ്പം നമ്മുടെ KS അബ്രാസാണ്. അത് 20-23 വർഷമായി ലോക്കൽ ഒരാളുടെ കയ്യിലിരിക്കുകയും അത് പിടിച്ചു മേടിക്കുന്നതിന്റെ ഒരു വലിയൊരു സംഭവം തന്നെയാണ്. വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എത്ര പണമുള്ളതാണേലും എത്ര പിടിപാടുള്ളവരാണേലും കുറച്ച് പേടിക്കുന്ന ഒരു സംഭവമാണ് ഒരു സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ട് അവിടെ സ്ഥാപിക്കാൻ പറഞ്ഞു. ആ സമയത്തും അതിന് പിന്നീട് ശേഷം നടന്ന് ഞാൻ പ്രസിഡന്റ് ആണെങ്കിൽ പോലും എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനുശേഷം അവിടെ ബിൽഡിംഗ് കെട്ടാനും അവിടെ കാര്യങ്ങൾ നടത്താനും പെട്ടെന്ന് ഇവിടെ കൂടിയിരുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു വീടുണ്ടാവും, അവിടെ വന്ന് കിടക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരാൾ ഹൈദരാബാദിൽ വന്നാൽ കൈരളിയിൽ ഒരു ദിവസം രാത്രി താമസിക്കാൻ 2 ദിവസം താമസിക്കാനൊക്കെ സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ കൈരളിയിൽ രാത്രി കിടക്കാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെവലിൽ ഉള്ളവർക്ക് അവിടെ ഒരു പായ വെച്ചിട്ട് കിടക്കാൻ പറ്റുള്ളൂ. കാരണം വേറെ ഒരു ആശ്രയമില്ല. അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നു കേരളത്തിൽ. അന്നേരം അലക്സാറിന്റെ 2-3 മെസ്സേജ് വന്നു. പലരും പറഞ്ഞു എന്തായാലും പോകാൻ പാടില്ലാന്ന് പറഞ്ഞു.
പിന്നെ അത് പോയി അറിയാൻ പ്രാവശ്യം ബുക്ക് ചെയ്യാൻ തിരിച്ചു കിട്ടില്ല. ജോറോട് ബുക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. രാവിലത്തേക്ക് പോകാമെന്ന് വിചാരിച്ച അദ്ദേഹത്തിന്റെ കാരണം ഇനിയൊരു 70ാമത്തെ പിറന്നാളിന് വരാനോ അല്ലെങ്കിൽ കൂടിയിരിക്കാനോ സാധിക്കില്ല. ഇനി 71ാമത്തേനെ പറ്റുള്ളൂ. പിന്നെ 72, 80, 85, 100 അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അന്നേരം ഏതോ ഒരു ഫംഗ്ഷൻ നടത്തിയെന്ന് വരുന്നു, അല്ലെങ്കിൽ ഫെലോഷിപ്പിന് പങ്കുചേരാനെ പറ്റിയെന്ന് വരിക. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ എവിടെ ഏത് കാര്യത്തിന് വേണ്ടിയും അദ്ദേഹം ഓടി വരികയും ഒരാൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അത് വളരെ വളരെ കുറവാണ്. വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക ഒരു ഫോറത്തിന്റെ ജനറൽ കൺവീനറാണ് ഞാൻ. അവിടെ ഒരു ലേഡി ഉണ്ട്. അവരെല്ലാം ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ എന്തെങ്കിലും പറഞ്ഞ പോലെ വേറെ ആൾക്കോട് യു ഇൻവൈറ്റ് മീ ഓൺലി ടു സ്പീക്ക്, ഡോണ്ട് ആസ്ക് മീ ടു ഡു ദാറ്റ് അങ്ങനെയുള്ള പുള്ളിക്കാരി എന്ന് പറയാറുണ്ട്. ഓടി നടന്ന് വരിക അല്ലെങ്കിൽ ഇടപെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമയം വളരെ കുറവാണ്. ഓടി നടന്ന് കാരണം വലിയ വലിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഫോണിൽ കൂടെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. ചില സമയം നമുക്ക് ഓടി ചെന്ന് എത്തേണ്ട ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ ഈ 70 ഞാൻ കണ്ട കഴിഞ്ഞ 15 വർഷം തൊട്ട് അന്ന് നിന്നും ഒരു വയസ്സ് പോലും കൂടാത്ത അലക്സാണ്ടർ. ചിലപ്പോൾ ഷുഗർ കൂടുതൽ കുറവൊന്നും അറിയില്ല. ചില സമയത്ത് മോഹൊക്കെ രാത്രിയൊക്കെ ചില പ്രോഗ്രാമുകൾ നടന്ന് വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. അലക്സാണ്ടറും മേളത്തിനും മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ ജീവിതത്തിൽ സമാധാനവും അനേകർക്ക് സമാധാനം നൽകാൻ ദൈവം ഒരു കാര്യമുണ്ട്. യു ആർ ടു ബി എ ബ്ലെസ്സിംഗ് ടു others. You are blessed to bless others. ഞാൻ രാവിലെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, if you are blessed, that is to bless others. It is not to keep it in you. നിന്റെ ജീവിതത്തിൽ ഒതുങ്ങാനായിട്ട് ഒന്നുമില്ല. നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ്. എത്രമാത്രം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നു അത്രമാത്രം. അതെന്നുവെച്ചാൽ ഈ വൃക്ഷം എത്ര മറ്റുള്ളവർക്ക്, ഒരു വൃക്ഷത്തിന്റെ ഫലം ആ വൃക്ഷത്തിന് ഉപയോഗമില്ല, അത് മറ്റുള്ളവർക്ക് ഉപയോഗമുണ്ട്. ആ വൃക്ഷത്തിന്റെ ഇലയാണ് ആ വൃക്ഷത്തിന് ഉപയോഗം. അപ്പൊ ഈ ഫലം എത്രത്തോളം വരുന്നു, ഇല അത്രത്തോളം തളർക്കാനായിട്ട് സാധിക്കും. ഇല തളർക്കുന്നുള്ളൂ, ഫലം പുറപ്പെടുവിച്ചോണ്ടിരിക്കും. ഞാൻ കൂടുതലായിട്ട് ഒന്നും ദീർഘിപ്പിക്കുന്നില്ല. ഞാനവിടെ മുറിക്ക് ഇപ്പോഴൊന്നും കേൾക്കുകയാണ്. ഞാൻ വിളിക്കുമെന്നോ പറയുമെന്നോ ചിന്തിച്ചില്ലെങ്കിൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മരണം വരെയും ആരോഗ്യത്തോടിരിക്കട്ടെ. എന്റെ എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥന എനിക്കും എന്റെ പേരിൽ ഓർമ്മ വരുന്നവരെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, മരണം വരെ ആരോഗ്യമായിട്ടിരിക്കുക, മരണം വരെ വേദനയില്ലാതിരിക്കുക, അതുപോലെ എന്നും ആരോഗ്യത്തോടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹങ്ങളെ ചൊരിയട്ടെ. ദൈവത്തിന്റെ കൃപ ആ ഭവനത്തോടും അദ്ദേഹവുമായി ഇടപെടുന്നവരോടും അദ്ദേഹത്തെ വെറുക്കുന്ന ആരുണ്ടാവുന്നതിലെങ്കിലും അവരോട് കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നമുക്ക് വളരെ കുറവുള്ളത് ശരിയാണ്. പെട്ടെന്ന് എടുത്തിരായി നോക്കാൻ വഴി അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അലക്സാറിന് ഇപ്പൊ ഇന്നിവിടെ 70 years ആയി എന്നുള്ളത് ഒരു പബ്ലിക്കേഷൻ മാതിരി എനിക്ക് തോന്നുന്നത്. ബോർഡ് വെച്ചപ്പോഴേ അറിയുന്നുള്ളൂ. വളരെ ആക്റ്റീവായിട്ട് വളരെ നന്നായിട്ട് എപ്പോഴും എല്ലായിടത്തും ഏത് സ്ഥലത്തും എത്തുന്ന ഒരു സാറാണ്. അപ്പൊ അത് 70 years ആയി സാറിനെ വെറുതെ വിളിച്ചു നോക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. വളരെ ആക്റ്റീവ് ഒരു മനുഷ്യനാണ്. ഞാൻ അലക്സാറിനെ പരിചയപ്പെടുന്നത് അറൌണ്ട് 2020 കേരള ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ രാമാനന്ദപുരം ത്രൂ ആണ്. അന്നും ഇന്നും, അതായത് ഏകദേശം 24 വർഷം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാറ് രാമാനന്ദപുരം അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്തിന്റെ ഒരു ഗ്യാപ്പില് ഞാൻ ശ്രദ്ധിച്ചത് വേറെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ,
അദ്ദേഹം രാമാനന്തപുരം മാത്രം ഒതുങ്ങി നിന്നിട്ടില്ല. ഹൈദരാബാദിലുള്ള ഒരുവിധം എല്ലാ സംഘടനയാണ്, സാമൂഹ്യ സംഘടനകളും ദൈവിക ചർച്ച അങ്ങനത്തെ സംഘടനകളും വളരെയധികം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. അത് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഈ രഹസ്യം. 70 വയസ്സായാലും കണ്ടാൽ തോന്നുന്നില്ല ഒരു 50. ഞാനത് ഒരു ആള് കണ്ടാലും 50 തോന്നുള്ളൂ. സാറെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സാറാണ്. സാറിന്റെ ഈ 70ാം ജന്മദിനത്തിൽ ഞാൻ സാറിനും എല്ലാവിധ ആരോഗ്യ ആശംസ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഐ കൺഗ്രാറ്റുലേറ്റ് മിസ്സിസ് അലക്സ് ആൻഡ് ദ ഡോട്ടേഴ്സ് for arranging a big function like this. ഇതാണ് സാറേ നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്നത്. കുട്ടികളൊക്കെ നമ്മുടെ ഒരു ഏജ് ആവുമ്പോൾ എല്ലാവരും വന്ന് ഇങ്ങനത്തെ ഒരു മുഹൂർത്തം ആഘോഷിക്കുക എന്നുള്ളത് വളരെ സന്തോഷം. ഗ്രേറ്റ് തിങ്, ഇറ്റ്സ് എ മോഡൽ. എഴുപതിന്റെ നിറവിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അലക്സ് സാറിനും കുടുംബത്തിനും എൻ്റെ എല്ലാവിധ മംഗളാശംസകൾ. അലക്സ് സാറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ മലയാളികളും കണ്ടുപഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് അലക്സ് സാർ. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ജീവിതത്തിലെ ഞാൻ ഒരുപാട് നാടുകൾ, കേരളത്തിന് പുറത്ത് ഒരുപാട് സ്റ്റേറ്റുകളൊക്കെ ഇറങ്ങി വന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മലയാളികളിൽ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ നിൽക്കുമ്പോൾ പലരും ഓർത്തും ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. എൻ്റെ അലക്സ് സാറിന് വേണ്ടി ഒരു ഫോട്ടോഗ്രാഫർ ആകാനും എനിക്ക് മടിയില്ല. കാരണം എൻ്റെ 3ാമത്തെ ഷോർട്ട് ഫിലിമിലെ അഭിനയിച്ച ഏറ്റവും വലിയ നടനാണ് അലക്സ് സാർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദിലെ കുറച്ച് മലയാളികൾ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സ്പന്ദനങ്ങൾ തന്ന മലയാളികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട അലക്സ് സാർ. KS അബ്രഹാം സാർ, എന്നും പറയാം സാർ. ഇങ്ങനെ പല ആൾക്കാരും എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സ്നേഹം തന്നവരാണ്. രഘുവേട്ടൻ, വാഴക്കോട്ടി. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വേദിയാണിത്. 70 എന്ന് പറയുമ്പോൾ അതൊരു കണക്കാണ്, ഒരു സംഖ്യയാണ്. ഒരിക്കലും നമ്മൾ ഒരിക്കലും 70 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് നമ്മൾ കയറുന്നില്ല. എന്ന് നമ്മുടെ മനസ്സ് പ്രായമാകുന്നു. ആ മനസ്സ് പ്രായമാകുമ്പോഴാണ് നമ്മൾ പ്രായമാകുന്നത്. പലരും പറയുന്നൊരു വൃദ്ധൻ 50, 60, 70 വയസ്സാകുമ്പോൾ പലരോടും പറയുന്നത് അയാൾ വൃദ്ധനാണെന്ന്. വൃദ്ധൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയാത്തവരാണ് വൃദ്ധൻ എന്ന് പറയുന്നത്. എന്താണ് വൃദ്ധൻ? വൃദ്ധൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് പറയാം. എനിക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം, അയ്യോ അയാളൊരു വൃദ്ധനാണ്. എന്താണ് വൃദ്ധൻ? ഞാൻ അലക്സാറിനോട് പറയുന്നു, അലക്സാറോട് ഒരിക്കലും അദ്ദേഹം ഒരു വൃദ്ധനാണ്. നിങ്ങൾക്ക് എത്ര പേർക്കറിയുമോ എന്നോട് ചേർന്ന് നിൽക്കാൻ പറ്റും. ശരിയാണ്, അദ്ദേഹം വൃദ്ധനാണ്. പക്ഷെ അത് അർത്ഥം എനിക്ക് പറഞ്ഞായിരുന്നു. എന്താണ് അദ്ദേഹം വൃദ്ധൻ? വൃദ്ധൻ എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിച്ചവൻ, എല്ലാത്തിനും അറിവ് സംഭവിച്ചവൻ, എല്ലാത്തിനും അറിവുള്ളവനാണ് വൃദ്ധൻ. അത് പ്രായത്തിലല്ല വൃദ്ധൻ, അറിവുള്ളവൻ. നമ്മളെക്കാൾ ഒരുപാട് അറിവുള്ളവനാണ് വൃദ്ധൻ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ പലരും നമ്മൾ ധരിച്ചറിയോ അയാൾ വൃദ്ധനാണെന്ന്. ഒരിക്കലും 60, 70, 80, 90, 100 വയസ്സുകളിൽ വൃദ്ധനല്ല. അത് നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ളവരാണവർ, സമ്പത്തുള്ളവരാണ്. അറിവിന്റെ സമ്പത്ത്,
ആ സമ്പത്ത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ. പല നമ്മൾ പറയും നമ്മുടെ മുത്തച്ഛൻ അച്ഛനൊക്കെ പറയും അയാൾ പ്രായമായി. ഒരിക്കലും അയാൾ പ്രായമായിട്ടില്ല. നമ്മളെക്കാളൊക്കെ 100 മടങ്ങ് 200 മടങ്ങ് അറിവുള്ളവരാണ് ഈ ഇരിക്കുന്നവർ. വൃദ്ധൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് തന്നെയാണ്, അറിവുള്ളവനാണ്. ഞാൻ സ്നേഹത്തോട് പറയുന്നത് എന്റെ അലക്സ ഇതുപോലെ ദ്രവയ്ക്കുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് അറിവ് എനിക്ക് സമ്മാനിച്ച ഒരു മലയാളി എന്ന നിലയ്ക്ക്, ഒരു പ്രവാസി മലയാളി എന്ന നിലയ്ക്ക്, എന്റെ സഹോദരങ്ങൾ ഇവിടെയില്ല, എന്റെ കൊടുപ്പുറകൾ ഇല്ല ഇവിടെയില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി എന്നെ ചേർത്ത് പിടിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് അലക്സ. അങ്ങനെ പലരുമുണ്ട് എനിക്കവിടെ. നമ്മളെ 99 പേര് വെറുത്താലും ഒരാൾ മതി നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ ചേർത്ത് പിടിക്കാൻ. ആ ഒരാളാണ് നമ്മുടെ ശക്തി. ആ ഒരാളാണ് ഇന്ന് ഈ നിൽക്കുന്ന അലക്സ. പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പലരും വെറുക്കാം, നമ്മുടെ സ്വഭാവം ഉണ്ടായിരിക്കാം, നമ്മുടെ കൈവപ്പാണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് വെറുക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അവിടെ നിന്ന് വിടവെങ്കിലും മുമ്പിലേക്ക് നമ്മുടെ മുമ്പിൽ പേർക്കും ആ സ്വാഭാവികം. നമുക്കൊരു വഴികാട്ടി. ഞാനവിടെ പോലെ കുറച്ച് പേര് പേടിക്കും. ഏത് സ്റ്റേറ്റിൽ പോയാലും ഞാനൊരു 37 വർഷം കൊണ്ട് വെള്ളടിച്ചിരിക്കുന്ന ഒരു മലയാളിയാണ്. ഞാൻ ഏത് സ്റ്റേറ്റിൽ പോയാലും ഒരാളെ കുറച്ച് പേര് പേടിക്കും. എന്തുകൊണ്ടാണ് ഈ പേടിക്കുന്നത്? എന്റെ ബന്ധുവല്ല, എന്റെ സ്വന്തമല്ല. പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന, എനിക്ക് പേടിക്കാൻ, ഞാൻ അരുതാത്ത വഴികളെ പോകുമ്പോൾ അവരറിഞ്ഞാൽ അവരെന്നെ വഴക്ക് പറയും എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് പേരിൽ ഒരാളാണ് അലക്സ. നമ്മളോട് പേര് നമ്മളെ നാട് വിട്ടുകൂടെ വന്നു, നമ്മളെ ആർക്കും പേടിക്കാനില്ല, എന്നെ ആർക്കും ഒരു പേടിയില്ല, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്ന് നമ്മൾ കരുതുന്നതൊക്കെ തെറ്റാണ്. ആ മനോഭാവം തെറ്റാണ്. നമ്മൾ പലരെയും പേടിക്കണം. നമ്മൾ പലർക്കും ഒരു സ്ഥാനം കൊടുക്കണം. അലക്സ, എബ്രഹാം സാർ, KS എബ്രഹാം സാർ, MM സാർ, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ പലരും കൊണ്ട് നമ്മൾ പേടിക്കേണ്ടത് എന്തുകൊണ്ടാണ്? നമ്മൾ ബഹുമാനിക്കണം മനുഷ്യനെ. മനുഷ്യനെ മാത്രമേ ബഹുമാനിക്കാൻ പറ്റൂ. അല്ലാതെ മൃഗത്തെ ബഹുമാനിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ ഒരു കാര്യം ഞാൻ പറയാം. 99 ദിവസം ആഹാരം കൊടുത്തിട്ട് ഒരു ദിവസം ആഹാരം കൊടുത്തില്ലെങ്കിൽ നമ്മളെ തിരിച്ച് തെറി പറയുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യൻ. നമ്മള് ഒരു ദിവസം ആഹാരം കൊടുത്തിട്ട് 99 ദിവസം ആഹാരം കൊടുക്കാതിരുന്നാലും നമ്മളെ സ്നേഹിക്കുന്നവരാണ് മൃഗങ്ങൾ. അപ്പോ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ കരുതുന്നു? ഇന്ന് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് മലയാളികള് പെരുമാറുന്നത്. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വളരെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി പറയാം, ഈ ഒരു 70 നിലവിൽ അലക്സ ഒരു മനുഷ്യന് വരുന്ന എല്ലാ ചിന്തകളും, എല്ലാ സ്നേഹവും, എല്ലാ കരുതലും എന്നെപ്പോലെ എല്ലാ മലയാളികൾക്കും തന്നവരാണ്. അതുകൊണ്ട് ഈ ഒരു ദിവസം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട അലക്സാനെ എനിക്ക് ഇങ്ങനെ പേര് തന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നും നമ്മുടെ മനസ്സിൽ സ്നേഹം എന്ന് പറയുന്നത് അതൊരു ചോദ്യചിഹ്നമല്ല, അതൊരു സത്യമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളെന്നും ചേർത്ത് പിടിക്കണം. ഞാൻ സ്നേഹിക്കുന്നു അദ്ദേഹത്തെ, അദ്ദേഹം എന്നെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്നും ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ചേർത്ത് പിടിക്കും. ഒരുപാട് സന്തോഷം ഇവിടെ നിൽക്കുന്നതിന്, ഇത്രയും സംസാരിച്ചതിന് അലക്സാറിന് എല്ലാവിധ ആരോഗ്യവും നേർന്നുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ഞാൻ സംസ്കരിക്കുന്നു. നമസ്കാരം. എബ്രഹാമ സാധാരണ നമ്മുടെ ഭാരതത്തിൽ ഒരു വിശ്വാസമുണ്ട്, ജന്മദിനത്തിൽ പ്രായം പറയരുതെന്ന്. അലക്സാർ എനിക്ക് 70 ഇവിടെ എഴുതി വെച്ചിട്ട് പറയുന്നു. അതൊരു വല്ലാത്ത ധൈര്യം തന്നെയാണ്. നമ്മുടെ ആധുനിക സമൂഹത്തില് പ്രതിശീർഷ ആയുസ് ഇന്ത്യക്കാരുടേത് ലോകത്തിനെ കിടപിടിക്കുന്ന രീതിയിൽ
ഉയർന്നിട്ടില്ല. പക്ഷെ കേരളീയതേത് ആധുനിക സമൂഹത്തില് വികസിത രാജ്യങ്ങൾക്ക് അപ്പുറം കടന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ 70 വയസ്സ് ഒരു വലിയ പ്രായമൊന്നുമല്ല. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിന്റെ പരിചയം അലക്സാറുമായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ ഇനിയും ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായി ബാക്കിയുണ്ട്. അതിൽ അദ്ദേഹം കർമ്മനിരതനാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അദ്ദേഹം അംഗമായിട്ടുള്ള ദേവാലയത്തിലെ തന്റെ സഹോദരനോട് നിരന്നിട്ട് മാത്രമേ നീ ബലിപീഠത്തിന്റെ മുൻപാകെ വരാവൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബലിപീഠത്തിൽ നിന്ന് നമ്മളെയൊക്കെ നോക്കുന്ന ഒരു ശുശ്രൂഷകനായിട്ട് ഒരുപാട് വർഷങ്ങളായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ആ ദേവാലയത്തിലേക്ക് 2 തവണ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. ആ ക്ഷണത്തിന്റെ ഭാഗമായി ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുഖങ്ങളെ എനിക്ക് പരിചയമുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. ഈ ബഹുസ്വരതയുടെ പ്രയോഗം നമുക്ക് ഏറ്റവും പ്രധാനമാകുന്നത് നമ്മൾ നാട് വിട്ട് കഴിയുമ്പോഴാണ്. കേരളത്തിലെ ഒരു ഗ്രാമത്തില് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബം, നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകൾ, നമ്മുടെ സൊസൈറ്റിയിലെ ആളുകൾ, കുറച്ച് പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ ജാതിയിൽപ്പെട്ടവരൊക്കെ ഉള്ളതാണ് നമ്മുടെ നാട്ടിലെ സമൂഹം. പക്ഷേ കേരളം വിട്ടു കഴിഞ്ഞാൽ അതല്ല. കേരളം വിട്ടുവരുന്ന ഓരോരുത്തരുടെയും ഐഡന്റിറ്റി, പ്രത്യേകിച്ച് മലയാളികൾക്കുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അവർ ഏത് സമൂഹത്തിൽ ചെന്ന് പെടുന്നുവോ ആ സമൂഹവുമായി ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടും. അവരതുമായി ഉത്ഗ്രഥിതമാവുകയാണ്. പക്ഷേ എന്നാലും സ്വന്തം ഐഡന്റിറ്റി അവർ ഉയർത്തിപ്പിടിക്കും. അത് ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ഉദാഹരണമാണ് അലക്സാറിൻ്റെത്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം അംഗമായിട്ടുള്ള ദേവാലയവും അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും. ഞാൻ അദ്ദേഹത്തെ അറിയുന്നത് അങ്ങനത്തെ ഒരു പ്രവർത്തനത്തിലൂടെയാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ രാമചന്ദ്രപുരത്ത് നിന്നും ഹൈദരാബാദിൽ എത്തി നിൽക്കുന്ന ആ പദയാത്ര, അതിലൂടെയാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഞാൻ പരിചയപ്പെടുന്നത്, പ്രത്യേകിച്ച് ലിസി മാഡത്തെ. അപ്പം നമ്മൾ എത്തിപ്പെടുന്ന സമൂഹത്തിൽ നമ്മുടെ ഐഡന്റിറ്റിയെ നമ്മൾ പണയം വെക്കാതെ ആ എത്തിപ്പെടുന്ന ഏത് സമൂഹവുമായി നമ്മൾ എങ്ങനെ ഉത്ഗ്രഥിതമാകുന്നു എന്നുള്ളതാണ് ഒരു പൗരന്റെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇതുവരെ ഈ 70-ാം വയസ്സ് വരെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. തുടർന്നും അദ്ദേഹത്തിന് അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ജന്മദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഹോദരികൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ ദൈവനാമത്തിലുള്ള സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. യഹോവയെ ആശ്രയിക്കുന്ന വചനം അച്ഛൻ വായിച്ചപ്പോൾ അതിൽ മഹാപ്രഥം എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള, നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വചനവുമാണ്. യഹോവയിൽ തന്നെ ആശ്രയിച്ചു, യഹോവയിൽ തന്നെ ശരണം പ്രാപിച്ചു, കർത്താവിനോട് ചേർന്ന് നടക്കാനുള്ള കൃപ. ഇത് പ്രിയപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുകയാണ്. പരമാർത്ഥതയോടും ഹൃദയവിശുദ്ധിയോടും കർത്താവിനെ എതിരേൽപ്പാൻ നമ്മൾ ദുഃഖമുള്ളവരായി സഹോദരനോട് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ആലീസിനെ എൻ്റെ ഒരു വേറെ സഹോദരനെ പോലെ കാണുവാൻ എന്നോട് കൂടെ പല വർഷങ്ങളായി പല വേദികളിലും അദ്ദേഹം കൂടെ പ്രവർത്തിച്ച ഒരു ഇളയ സഹോദരനാണ്.
പ്രത്യേകിച്ച് സൗമ്യനായ പൊതു പ്രവർത്തന മണ്ഡലങ്ങളിലും നമ്മൾ ആരായിരുന്നാലും വളരെ സൗമ്യതയോടും സ്നേഹത്തോടും എല്ലാവരെ കാണുവാനും അവരോടൊത്ത് പ്രവർത്തിപ്പാനും ഒരു ദൈവകൃപ പ്രിയപ്പെട്ട അലക്സിന് ദൈവം നൽകി. എന്നോട് പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ കയ്യിലുള്ള പ്രവർത്തന സന്ദർഭങ്ങളിൽ വളരെയേറെ അധ്വാനിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് അലക്സ്. ഒരു തളർന്നു കിടന്ന ഒരു പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെയും തളർന്നു കിടന്ന ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരനാണ്. എനിക്ക് ഏത് വിധത്തിലുള്ള നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നതോടൊപ്പം ദൈവം ഈ സംവത്സരങ്ങൾ നൽകി അനുഗ്രഹിച്ച ദൈവത്തോട് പൂർണ്ണമായും അനുഗ്രഹത്തിൻ്റെ കൃപയുടെയും കൃപാവരങ്ങൾ കൊടുത്ത് എൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവസനയിൽ ഞാൻ അവരോട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഐപ്പച്ചൻ, സപ്തതിയുടെ നിറവിൽ ജന്മദിനം ആഘോഷിക്കുന്ന അലക്സ് അച്ചായൻ, ലിസി ചേച്ചി, കുടുംബാംഗങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്നവരുമേ, ഞാൻ അലക്സ് അച്ചാനുമായിട്ട് പരിചയപ്പെടുന്നത് ഇടവക മുഖേന, സഭ മുഖേനയല്ല. ആദ്യം പൊതുപ്രവർത്തന വേദിയിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി പല സാംസ്കാരിക സംഘടനകളുമായി വളരെ അടുത്ത് ഇടപഴകുവാനും അദ്ദേഹത്തിന്റെ പൊതുജന സേവനത്തിന്റെ താല്പര്യം നേരിട്ട് കാണാനും അതിന് സാക്ഷ്യമാകാനും നൽകിയ പല അവസരങ്ങളെയാണ് ഞാൻ ഓർക്കുന്നത്. ഇടവക തലത്തിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ യഹോവയെ രുചിച്ചറിയാൻ വേണ്ടി മദ്ബഹായിൽ വർഷങ്ങളായി, നീണ്ട വർഷങ്ങളായി മദ്ബഹായിൽ ശുശ്രൂഷിക്കുകയും കഴിഞ്ഞ കുറെ കാലങ്ങളായി സെന്റ് ഗ്രിഗോറിയോസ് കത്തീഡ്രൽ ചർച്ചിന്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുകയും പല കാലഘട്ടങ്ങളിൽ കമ്മിറ്റി അംഗമായും അതേപോലെ തന്നെ സൊസൈറ്റിയുടെ, എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ട്രഷററൊക്കെ ആയി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ദൈവം സഹായിച്ചു. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു ബഹുമുഖ പ്രതിഭയാണ് അലക്സ് അച്ചാൻ. രാമാനന്തപൂരിലുള്ള മലയാളി സമാജത്തിന്റെ സെക്രട്ടറിയായി ദീർഘകാലമായി സേവനം അനുഷ്ഠിക്കുന്നു. അതേപോലെ തെലങ്കാന, ആന്ധ്രാപ്രദേശ് റീജിയണിലുള്ള തെലുഗു റീജിയൻ മലയാളി അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ കുറെ കാലങ്ങളായി കൈരളി സമാജത്തിന്റെ ഹൈദരാബാദ്, സെക്കൻഡറാബാദ് മേഖലയിലെ മുത്തശ്ശി എന്ന് വിളിക്കുന്ന കൈരളി സമാജത്തിന്റെ സെക്രട്ടറിയായും കമ്മിറ്റി അംഗമായും ഒക്കെ പ്രവർത്തിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തെലങ്കാന മലയാളി ഫോറം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വേദിയുടെ ട്രഷററായിട്ടും പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പല മേഖലകളിൽ ഒന്നിച്ചു പ്രവർത്തിക്കുവാനും അതിലൂടെ പൊതുജന സേവനവും ദൈവിക സേവനവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, സ്വയം അറിവ് നേടി
ഉള്ളിൽ പ്രകാശം ചൊരിയണമെന്നാണ് ഞാൻ എവിടെയോ വായിച്ചു കണ്ടിട്ടുള്ളത്. അത് തീർച്ചയായും അലക്സാച്ചനെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞതാണ്. ചുറ്റുമുള്ള അന്ധകാരത്തെ പ്രകാശമാനമാക്കുവാൻ വേണ്ടി, പൊതുജന സേവനത്തിന് വേണ്ടി അറിവുകൾ നേടുവാനും പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നു. മറ്റുള്ളവരെ സഹായിക്കുവാൻ, അതിലൂടെ നമുക്കായി നല്ല അനുഭവവേദ്യമായ പൂന്തോട്ടങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കഴിയുന്നുണ്ട്. ഞാനിത് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് സ്വയംസിദ്ധമായി ഉള്ള ഒരു സ്വഭാവ വിശേഷമാണ്. അതുകൊണ്ടാണ് പൊതുജന സേവനത്തോടൊപ്പം ദൈവിക സേവനവും ഒക്കെ ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഈണമാണ്. അതൊരിക്കലും നിലച്ചു പോകില്ല. ജീവനുള്ളിടത്തോളം കാലം, ആയുസ്സും ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ ഹൃദയത്തിന്റെ ഈണം നമ്മളിലേക്ക് പകരുവാൻ, അത് പൊതുജന സേവനമായിട്ടായിരിക്കാം, സാമുദായിക സേവനമായിട്ടായിരിക്കാം, അത് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസം അടുത്ത ഇടപെടലിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തീർച്ചയായും 70 ദൈവിക അനുഗ്രഹങ്ങളുടെ 70 നാളുകളാണ്, 70 ആണ്ടുകളാണ് അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നത്. തീർച്ചയായും സപ്തതി എന്ന് പറയുന്നത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 70 സംവത്സരങ്ങൾ ദീർഘകാലമായ ഒരു ജീവിത ചര്യയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് വീണ്ടും ആയുസ് ഉണ്ടാകണം, ആരോഗ്യം ഉണ്ടാകണം. അതിനെയാക്കി നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്റെ ഈ കുടുംബത്തിന്റെ, ഈ മേഖലയിലുള്ള എല്ലാ ദൈവവിശ്വാസികളുടെയും സമാജങ്ങളുടെയും ഒക്കെ പേരിലുള്ള ജന്മദിന ആശംസകൾ അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. ദൈവം അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എനിക്ക് തോന്നുന്നു അലക്സാണ്ടർ 70 വയസ്സിൽ ജീവിതത്തിന്റെ പകുതിയിലേറെ സോഷ്യൽ വർക്കിന് വേണ്ടി നീക്കിവെച്ചൊരു മനുഷ്യനാണ്. ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അലക്സാണ്ടറിന്റെ ഇനിയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ, ആയുസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അലക്സാണ്ടറിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നമസ്കാരം. 70 വയസ്സിൻ്റെ നിറവിൽ നിൽക്കുന്ന അലക്സേട്ടന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അപ്പോൾ അലക്സാറിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു 10-15 വർഷത്തെ പരിചയമാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. പുള്ളിയെക്കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് കുറേ സമയം വേണം, പക്ഷേ അതിനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. ഏതൊരു ആവശ്യത്തിനും നമ്മൾ ഫോൺ ചെയ്യുമോ, അതായത് ഒരു മരണ കേസായാലും ഒരു കല്യാണ കേസായാലും പിന്നെ ഒരു മറ്റുള്ള ഏത് വിഷയത്തെക്കുറിച്ച് ഒരു കാര്യത്തിന് ഇടപെടണമെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ പുള്ളി എത്തുന്നതാണ്. ഇത്രയും വയസ്സായിട്ടും ആ പുള്ളിക്ക് ആ ഒരു മടിയോ ഒരു ചഞ്ചലപ്പോ മനസ്സിലില്ല. നമ്മളൊരാവശ്യപ്പെട്ടാൽ ആ ചേട്ടാ നമുക്ക് ഇത്ര രാവിലെ 7 മണിക്ക് ഒരു സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ 6 മണിക്ക് ഒരു സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ രാത്രി 10 മണിക്ക് ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ പുള്ളി അവിടെ എത്തിയിരിക്കും. ആ ഒരു പുള്ളിയുടെ ഒരു മനധൈര്യം നമുക്കെടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറയണമെങ്കിൽ ഒരുപാടുണ്ട് പുള്ളിയെക്കുറിച്ച് പറയണമെങ്കിൽ. അതേപോലെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമോ മതമോ മറ്റുള്ള ഇതൊന്നുമില്ല. നമ്മൾ അനിയൻ ചേട്ടൻ പോലെയാണ് ഞങ്ങൾ ഇന്നുവരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെരുമാറ്റങ്ങളും മറ്റുള്ള കാര്യങ്ങളും രീതിയിലൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ 60 വയസ്സ് 70 വയസ്സ് തികഞ്ഞെങ്കിലും പുള്ളിയുടെ മനസ്സ് ഇപ്പോഴൊരു 45-ൻ്റെ ആ ചുറുചുറുപ്പാണ്. അതായത് ഇപ്പോൾ ഒരു 70 വയസ്സായി കഴിഞ്ഞവർ ഇപ്പം പുറത്തിറങ്ങാനോ ഒന്നും മടിക്കും. എന്ന് പറഞ്ഞാൽ ഒരാൾ ഒന്നും എനിക്ക് എൻ്റെ അനുഭവമാണ്. ഓരോരുത്തരെ വിളിച്ച് കഴിഞ്ഞാൽ പറയട്ടെ എനിക്ക് വയസ്സായില്ലേ, 60 വയസ്സ് കഴിഞ്ഞു, ഇനി 70 വയസ്സായി, എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, വലിയ ബുദ്ധിമുട്ടാണ്, കാല് തരിപ്പ് കൈ തരിപ്പ് അതാണ് ഇതാണെന്ന് പറയും. പക്ഷേ 70 വയസ്സായ അലക്സാണ്ടറിനോട് ഒരു കാര്യം പറഞ്ഞാൽ ചേട്ടാ രാവിലെ 6 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പുള്ളി ആ സ്പോട്ടിൽ അവിടെ എത്തിയിരിക്കും. അപ്പോൾ പുള്ളി എനിക്കൊരു സംശയം ഇപ്പോഴും പുള്ളിക്ക് 70 ആയോ അതോ 50-55 ആയോ എന്നൊരു സംശയമുണ്ട് എനിക്ക് മനസ്സിൽ. ഇതിങ്ങനെ കള്ളം പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിവേ കൂടുതലൊന്നും പറയാനില്ല. അതേപോലെ ആയുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ കൊടുക്കട്ടെ. ഇനി ഇതുപോലെ ഒരു 10-50 വർഷം വരെ അങ്ങനെ ചുറുചുറുപ്പോടെ ഓടി നടക്കട്ടെ. പുള്ളിക്കും
പുള്ളിയുടെ കുടുംബത്തിനും എൻ്റെ 1000 ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അർപ്പിക്കുകയാണ്. ഇന്ന് 70-ാം പിറന്നാൾ ആഘോഷിക്കുന്ന എനിക്ക് സ്നേഹത്തോടെ ആശംസകളും നമ്മോട് അറിയിച്ച എല്ലാവർക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ടും അല്ലാതെയും ആശംസ അറിയിച്ച എല്ലാവരോടുമുള്ള നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് അഭിനന്ദ വിലക്ഷണ സിനിമയും അഭിനന്ദ ദോഷമോ സിനിമയും അഭിനന്ദ പോളിക്കാപ്പോ സിനിമയും അഭിനന്ദ ഭരണവ സിനിമയോടുള്ള നന്ദി കടപ്പാടും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ലിജയ ജോസഫച്ചൻ, വന്യ ജോൺ തച്ചൻ, ബഹുമാനപ്പെട്ട സന്തോഷ് സാമലച്ചൻ, ബഹുമാനപ്പെട്ട വിജയ് പുളിക്കലച്ചൻ, ടെറ്റ്സിന്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ജോസഫച്ചനോടുള്ള നന്ദി സ്നേഹവും ഈ സമയം ഞാൻ സന്തോഷത്തോടെ അറിയിച്ചുകൊള്ളട്ടെ. എനിക്ക് അറിയിക്കാത്ത പല പദവികളും സ്ഥാനങ്ങളും നിങ്ങൾ എനിക്ക് നൽകി തന്നിട്ടുണ്ട്. ഇടവകയെ ശുശ്രൂഷിക്കാനും ഈ ഏരിയയിലെ മലയാളികൾ സുഹൃത്തുക്കളെ കുറച്ചെങ്കിലും സഹായിക്കുവാനും സേവിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുള്ള അവസരം നിങ്ങൾ തന്നിട്ടുണ്ട്. ഇന്ന് വന്നിയായിരുന്നു എന്നെ അനുഗ്രഹിച്ച സ്നേഹം പങ്കിട്ട് വന്ന എല്ലാവരോടുള്ള നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നല്ലൊരു സന്ദേശം നൽകി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച എന്നെ ഒരു സഹോദരനെ പോലെ കരുതുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അയ്യപ്പച്ചനോടുള്ള നന്ദി കടപ്പാട് എത്ര പറഞ്ഞാലും മതിയാകയില്ല. അദ്ദേഹത്തോടുള്ള ആദരവും കടപ്പാടും സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ആശംസ വഹിച്ചു തന്ന എന്റെ എല്ലാ ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടും ഉള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് എന്നോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ച എന്റെ സഹോദരൻ, അതായത് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് ഞാൻ വേറെ തന്നെ ഞാൻ അറിയുന്നത് ഈ അടുത്ത സമയത്താണ്. എന്റെ മക്കളും സഹോദരനെയും കൂടെ ചേർന്നാണ് ഇങ്ങനെ ഒരു പരിപാടി ഒരുക്കിയത്. ലാസ്റ്റ് നിവർത്തിയുള്ള ആ സമയത്താണ് എന്നെ അറിയിക്കുന്നത് തന്നെ. അതുപോലെ വളരെ ത്യാഗം സഹിച്ച് കൂടെ വന്നു ചേർന്ന എന്റെ സഹോദരങ്ങളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. എന്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ടും വളരെയധികം എനിക്ക് വേണ്ടി സഹായിച്ച ശ്രീ രഘുനാഥൻ, മനോജൻ മാണിക്കല്, പാവക്കുട്ടി തോമസ്, അങ്ങനെ പേരെടുത്ത് പറയാനുള്ള ഒരുപാട് പേരുണ്ട്. അവരോടുള്ള നന്ദി കടപ്പാട് ഞാൻ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി എന്റെ നന്ദി വാക്ക് ചുരുക്കുന്നു.